ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജൂണിൽ നടന്ന ടേം ആൻഡ് എക്സാമിനേഷന്റെ റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു പുതിയ എക്സാം റിസൾട്ടിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരുപാട് പേരുമാണ് നമ്മളുടെ അടുത്ത് പരാതിയായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞൊരു റീസൺ അവരുടെ എക്സാം റിസൾട്ട് നോക്കിയപ്പോൾ എക്സാമിന് ഫെയിലായി പോയി എന്നുള്ളതാണ്. ഇതിൽ പലരും പറഞ്ഞത് കഷ്ടപ്പെട്ട് ഉറക്കം പോലും ഇല്ലാതെ പലരും പഠിച്ചെഴുതി 80%-നും 90%-നും മുകളിൽ മാർക്ക് പ്രതീക്ഷിച്ചവർക്കാണ് ഇപ്പോൾ പാസ് മാർക്ക് പോലും കിട്ടാതെ ഫെയിൽ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇഗ്നോയിൽ ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം നടന്നു വരുന്നുണ്ട്. റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനാണ് അവരിങ്ങനെ കുട്ടികളെ തോൽപ്പിക്കുന്നത് എന്നൊക്കെയാണ് മുമ്പ് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ എന്തായാലും ഫെയിൽ ആയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി അതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചോ ഫെയിലായോ എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് എക്സാം ഫെയിലായാൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് സൊല്യൂഷനാണ് ഉള്ളത്. എക്സാം ഫെയിലായാൽ ഒന്നെങ്കിൽ നമുക്ക് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഒന്നേന്ന് എക്സാം എഴുതി പാസ്സാവുന്നതാണ്. ഓക്കെ, ഈ രണ്ട് സൊല്യൂഷനിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിവാലുവേഷന് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നോർമലി എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റിന് 200 രൂപയാണ് എക്സാം ഫീ അടയ്ക്കുന്നത്. പക്ഷേ റിവാലുവേഷന് വരുമ്പോൾ ഒരു സബ്ജക്റ്റ് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് 750 രൂപയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുമല്ലോ എന്തുകൊണ്ടായിരിക്കും സ്റ്റുഡൻസിന് ഇങ്ങനെ ഫെയിൽ ആക്കാനുള്ള കാരണം നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ഫെയിൽ ആയി കഴിഞ്ഞാൽ റിവാലുവേഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇഗ്നോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റിവാലുവേഷന് കൊടുത്താൽ നല്ല രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ റിവാലുവേഷന് കൊടുത്താൽ പാസ്സാവും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ രണ്ടാമതുള്ള ഒരു സൊല്യൂഷനാണ് സപ്ലിമെൻ്ററി എക്സാം എഴുതുക എന്നുള്ളത്. അപ്പോൾ സപ്ലൈ എക്സാം അങ്ങനെ ഒരു സംഭവം ഇഗ്നോയിലില്ല, നോർമൽ എക്സാം പോലെ തന്നെയാണല്ല. അപ്പോൾ ജൂണിൽ നടന്ന എക്സാമിനാണ് നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ളതെങ്കിൽ ഡിസംബറിൽ വരുന്ന ടേം ആൻഡ് എക്സാമിനേഷന് ഒന്നേന്ന് എക്സാം ഫീ 200 രൂപ അടച്ച് ഒന്നേന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇഗ്നോയിൽ 2 വർഷമാണ് ഇഗ്നോയിൽ ഒരു തവണ 2 പ്രാവശ്യമാണ് എക്സാംസ് നടക്കാറുള്ളത്. അപ്പോൾ ജൂണിലെ എക്സാമിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ജൂണിൽ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ എക്സാം എഴുതിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഈ 2 സൊല്യൂഷനിൽ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ റിവാലുവേഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്ന് ആ ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ട് വന്ന് 40 ദിവസത്തിനുള്ളിൽ തന്നെ റിവാലുവേഷന് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാമിൻ്റെ അപ്ഡേറ്റുകളാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് അസൈൻമെൻ്റ് ആണ് ഫെയിൽ ആയിട്ടുള്ളത് എങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അസൈൻമെൻ്റ് ആണ് ഫെയിൽ ആയിട്ടുള്ളതെങ്കിൽ അവിടെ റിവാലുവേഷനോ അങ്ങനെയുള്ള യാതൊരുവിധ രീതിയില്ല, ഡയറക്റ്റ് ഒന്നേന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ജൂണിൽ നിങ്ങൾ വെച്ച ജൂൺ ടേം ആൻഡ് എക്സാമിനേഷന് മുൻപ് വെച്ച അസൈൻമെൻ്റ് ആണ് ഫെയിൽ ആയിട്ടുള്ളതെങ്കിൽ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷന് മുൻപ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയം എപ്പോഴാണോ ആ സമയത്ത് ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നേന്ന് എഴുതി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു രീതി. ഇതിനോടൊപ്പം തന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, ഞാൻ അസൈൻമെൻ്റ് ഒക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്, അസൈൻമെൻറ്റും എക്സാമും ഒക്കെ എഴുതി, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് പാസ്സായി, പക്ഷേ അതിൻ്റെ എക്സാമാണ് ഫെയിൽ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതാത് സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് പിന്നെയും സബ്മിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അസൈൻമെൻറ്റിന് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് അവിടെ വിടുക, അതവിടെ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ അതിൻ്റെ റിട്ടൺ എക്സാമിനേഷന് ഫെയിൽ ആയിട്ടുണ്ടോ ജയിച്ചിട്ടുണ്ടോ അതൊന്നും അത് ബാധകമല്ല. നിങ്ങൾ ഏതിൻ്റെയാണോ ഫെയിൽ ആയിട്ടുള്ളത് അതിൻ്റെ മാത്രം നിങ്ങൾ ഒന്നേന്ന് എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയേഴ്സ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓൾസോ യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സിനും നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഗ്നോയുടെ എല്ലാവിധ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻസ്, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭിക്കാനായിട്ട് ഇഗ്നോയുടെ ഞങ്ങളുടെ പ്രോഗ്രാമേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വീട്ടിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.